തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കുടുംബത്തിൽ സൗഖ്യം ലഭിക്കുന്നത് കുടുംബനായകനായ പിതാവിൻ്റെ ആ വലിയ സ്നേഹം മക്കൾക്കൊരുപോലെ കൊടുക്കുമ്പോൾ അത് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു കുടുംബം അനുഗ്രഹമായി തീരുന്നത്. യേശു പറഞ്ഞ ഒരു ഉപമ വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതൽ 24 വരെ 2 ആൺമക്കളും ഒരു പിതാവുമുള്ള ഒരു ഭവനത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇളയ മകൻ മുഴുവൻ വാങ്ങിച്ചു പോയി അവൻ അനുദപിച്ച് വരുന്ന ഒരനുഭവം. ആ 12-ാം വാക്യത്തിൽ അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പങ്ക് കൊടുത്തു. ഒരു അൺയൂഷ്വൽ റിക്വസ്റ്റ്, അൺവൈസ്ലി ഗ്രാൻറ്റഡ്. അപ്പനോട് മോൻ ചോദിക്കുകയാണ്, എൻ്റെ വീതം തരണം. ഒരു മടിയും കൂടാതെ അപ്പൻ കൊടുക്കുകയാണ്. നിനക്ക് ഈ ലോകത്തിൽ എൻജോയ് ചെയ്യണമെങ്കിൽ നിനക്ക് പോയി എൻജോയ് ചെയ്യാം. പക്ഷേ 13-ാം വാക്യത്തിൽ വരുമ്പോൾ ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ദ യങ് മാൻ എവിഡൻ്റ്ലി ഹാഡ് നോ ഇൻറ്റൻഷൻ ഓഫ് റിട്ടേണിങ് ഹോം. അവൻ മുഴുവൻ നശിപ്പിച്ചു കളയും. അവന് തിരിച്ച് വരാൻ അവന് ആ ഒരു താല്പര്യമായിട്ടല്ല പോയതല്ല, തിരികെ കരാവുന്ന കൂടല്ല, അവന് ഉറപ്പായിട്ട് അവൻ നശിച്ച് പോയതാണ്. അവൻ പോയി അവൻ്റെ അവസ്ഥ 15-ാം വാക്യത്തിലാകുമ്പോഴേക്കും ആ ദേശത്തിലെ പൗരന്മാർ ഒരുതിനെ ചെന്ന് ആശ്രയിച്ച് അവൻ തന്നെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. അതായത് ടു ഫീഡ് പിഗ്സ്. അതായത് ദ ലോവസ്റ്റ് പോസിബിൾ ഹ്യൂമിലിയേഷൻ ഫോർ എ ജൂ. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും താണതരത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. അപ്പോൾ ആ തരത്തിലായ അവിടെ 16-ാം വാക്യത്തിൽ വരുന്നത് പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിർപ്പാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ സീഡ്സ് ഓഫ് ദി കാർമൻ ട്രീ, അതുകൊണ്ടാണ് അവൻ ഭക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത്. ആ 18-ാം വാക്യം വരുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോടപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. ഐ ഹാവ് സിൻഡ്. അക്നോളജിങ് വൺസ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി നഷ്ടപ്പെടുത്തിയാൽ, ഫോർ സിൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് റെക്കൺസിലിയേഷൻ വിത്ത് ഗാഡ് ആൻഡ് മാൻ. ദൈവത്തോടും മനുഷ്യനോടും ആ റെക്കൺസിലിയേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു കുടുംബം അനുഗ്രഹമായി പോവുള്ളൂ. ഒരു കുടുംബം അനുഗ്രഹമായാലേ ഒരു സഭ അനുഗ്രഹമാവുള്ളൂ. ആ സഭ അനുഗ്രഹമായാലേ സമൂഹം അനുഗ്രഹമായി തീരുവാൻ സാധിക്കുള്ളൂ. സമൂഹത്തിന് അനുഗ്രഹമായി തീരുവാൻ സാധിക്കണമെങ്കിൽ അനുതാപത്തോടുകൂടി പാപത്തിൽ ജീവിച്ച, പാപത്തിൽ നിന്ന് ഈ വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ചയാണിത്. അതുകൊണ്ട് അവിടെ ഒരു റെക്കൺസിലിയേഷൻ വിത്ത് ഗാഡ്, ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് കർത്താവിലേക്ക് മടങ്ങി വരുന്ന ആ ഒരു വലിയ അവസ്ഥാവിശേഷം ഉണ്ടാകാൻ സാധിക്കണം. 28-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ദ ഓൾഡർ ബ്രദർ ബിക്കം ആംഗ്രി സെയിം ആസ് ഫ്രാൻസിസ്, ദ വേർഡ്സ് റിഫ്ലക്റ്റ് സെൽഫ് റൈച്ചസ്നസ്. എന്നാൽ ചേട്ടന് ഇത് ഇഷ്ടപ്പെട്ടില്ല, അവന് കോപിക്കുക. അപ്പോൾ അവന് അങ്ങ് ഇവനെന്തിനാണ് ഇത് ചെയ്തത്, അവൻ ചെയ്യാൻ. അത് ഒരു ഫാരിസിയുടെ പരീശൻ്റെ സ്വഭാവമാണ്. അവൻ്റെ സ്വയം നീതീകരണം. നീ സ്വയം നീതീകരിച്ച് നീ രക്ഷപ്പെടുകയില്ല. നീ സ്വയം നീതീകരിച്ച് രക്ഷപ്പെടുകയില്ല. നീ അനുദപിച്ച് കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ നിന്നെ സ്വീകരിച്ച് നിനക്ക് എല്ലാ അംഗീകാരവും തരുന്നൊരു കർത്താവ്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഉള്ളൊരു കുടുംബമായിട്ട് അവരുടെ കുടുംബത്തിലുള്ള ആ സന്തോഷം, ആ കുടുംബത്തിലുള്ള സന്തോഷം വരുന്നത് അവിടെ അനുതാപത്തോടെ അടുത്ത് വരുമ്പോൾ, ദൈവികമായ അനുതാപത്തോടെ അടുത്ത് വരുമ്പോൾ ഒരു അത്ഭുത സന്തോഷം നടക്കും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വിശുദ്ധ ദിവസം കുടുംബം ഞങ്ങൾക്കൊരു സൗഖ്യമാണല്ലോ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുടുംബം ഒരു സൗഖ്യമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സൗഖ്യമില്ലായ്മയിൽ വസിക്കുന്ന കുടുംബങ്ങളെ
ഈ വചനത്താൽ നീ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, ലോകമെമ്പാടും വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, കൃപ കൂടിയിരുന്ന് വഴി നടത്തി എല്ലാവരുടെ മേലും കുടുംബ സമാധാനം എല്ലാവർക്കും നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.